മക്കയുടെ ചരിത്രത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം ആകാശം പ്രക്ഷുബ്ധമായി. കനത്ത മേഘങ്ങൾ സൂര്യനെ മറച്ചു. പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മക്കയുടെ തെരുവുകൾ പുഴകളായി മാറി. നൂറ്റാണ്ടുകളായി മക്കയുടെ അഭിമാനമായി നിലകൊള്ളുന്ന കഅബാലയത്തിന്റെ ചുവരുകൾക്ക് ആ ആഘാതം താങ്ങാനായില്ല. ഭിത്തികൾ വിണ്ടുകീറി ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന അവസ്ഥയിലായി. മക്കക്കാർ ഭയചകിതരായി. തങ്ങളുടെ വിശുദ്ധ മന്ദിരം തകരുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. മഴയൊഴിഞ്ഞപ്പോൾ മക്കയിലെ പ്രമുഖ ഗോത്രങ്ങളെല്ലാം ഒത്തുചേർന്നു. കാബ പുനർനിർമ്മിക്കണം. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ പവിത്രമായ പണം മാത്രമേ ഇതിനായി ഉപയോഗിക്കാവൂ. പലിശയോ ചതിയോ കലർന്ന ഒരു നാണയത്തുട്ടുപോലും അവിടെ അനുവദിച്ചില്ല. ഖുറൈശികളിലെ ഓരോ ഗോത്രവും ഓരോ വശത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തു. കല്ലുകൾ ചുമന്നും ചുമരുകൾ പണിതും അവർ ആവേശത്തോടെ മുന്നേറി. എന്നാൽ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായപ്പോൾ മക്കയെ ഞെട്ടിച്ച ആ തർക്കമുടലെടുത്തു. വിശുദ്ധമായ ഹജറുൽ അസ്വദ് സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ട സമയമെത്തി. അതൊരു വലിയ ബഹുമതിയാണ്. ഓരോ ഗോത്രത്തലവനും വാശി പിടിച്ചു. ഈ കല്ല് ഞങ്ങളുടെ കൈകൾ കൊണ്ട് മാത്രമേ വെക്കൂ. തർക്കം 5 ദിവസം നീണ്ടുനിന്നു. വാക്കേറ്റം മൂത്തു. ഒടുവിൽ ഗോത്രങ്ങൾ വാളുകൾ പുറത്തെടുത്തു. മക്കയിലൊരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ആർക്കും കഴിയാത്ത അവസ്ഥ. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ മക്കയ്ക്ക് മുകളിൽ ഉരുണ്ടുകൂടി. ഓരോ ഗോത്രത്തലവന്റെയും കൈകൾ വാളുകളിലായിരുന്നു. രക്തച്ചൊരിച്ചിലിന്റെ വക്കിലെത്തിയ ആ നിമിഷം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഖുറൈശികളിലെ ഏറ്റവും പ്രായം ചെന്ന അബൂ ഉമയ്യ എന്ന വയോധികൻ മുന്നോട്ടു വന്നു. വിറയ്ക്കുന്ന സ്വരത്തിൽ അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. നമുക്ക് കാത്തിരിക്കാം. നാളെ പുലർച്ചെ ഈ കഅബയുടെ കവാടത്തിലൂടെ ആദ്യം കടന്നുവരുന്ന പുണ്യവാൻ ആരാണോ അദ്ദേഹത്തിന്റെ വിധി തീർപ്പ് നമുക്ക് സ്വീകരിക്കാം. വാശിയോടെ നിന്ന ഗോത്രത്തലവന്മാർ ആ നിർദ്ദേശം അംഗീകരിച്ചു. ആ രാത്രി മക്ക ഒട്ടുമുറങ്ങിയില്ല. ഓരോരുത്തരും ആകാംക്ഷയോടെ ആ കവാടത്തിലേക്ക് കണ്ണു നട്ടിരുന്നു. പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ മക്കയിൽ പതിച്ചു. കഅബയുടെ മുറ്റത്ത് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു ജോഡി ചെരുപ്പുകളുടെ ശബ്ദം കേട്ടു. എല്ലാവരും കണ്ണു നട്ടിരുന്നു. കഅബയുടെ കവാടത്തിലൂടെ ശാന്തനായി നടന്നുവരുന്നത് മറ്റാരുമല്ല, നമ്മുടെ അൽ അമീൻ മുഹമ്മദ് വരുന്നു. മുഹമ്മദിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന സന്തോഷം മക്കയിൽ മുഴങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ആ തെളിച്ചം കണ്ടപ്പോൾ തന്നെ ഗോത്രത്തലവന്മാരുടെ പകയും വാശിയും അലിഞ്ഞുപോയി. നീതിയിലൊട്ടും കുറവ് വരുത്താത്ത ലോകം കണ്ട ഏറ്റവും വലിയ വിശ്വസ്തനായ മനുഷ്യനാണ് തങ്ങളുടെ തർക്കം തീർക്കാൻ വരുന്നതെന്ന് അവർക്കുറപ്പായിരുന്നു. അൽ അമീൻ എന്ന ആ വിളി മക്കയുടെ ആകാശത്തൊരു വലിയ പ്രത്യാശയായി അന്ന് മുഴങ്ങിക്കേട്ടു. തർക്കിച്ചു നിന്ന ഗോത്രത്തലവന്മാരുടെ നടുവിലേക്ക് മുഹമ്മദ് ശാന്തനായി നടന്നു ചെന്നു. പ്രശ്നം കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യന്തം വിവേകപൂർണമായൊരു വഴി കണ്ടെത്തി. ആയുധമെടുക്കാൻ വെമ്പി നിന്ന അവരുടെ മുന്നിൽ അദ്ദേഹം തന്റെ വിവേകത്തിന്റെ വാതിലുകൾ തുറന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പുതപ്പ് അഴിച്ച് മണ്ണിൽ വിരിച്ചു. മക്കയെ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ആ ഹജറുൽ അസ്വദ് എന്ന പരിശുദ്ധ ശില അദ്ദേഹം ആ പുതപ്പിന് നടുവിൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഓരോ ഗോത്രത്തലവനും ഈ പുതപ്പിന്റെ ഓരോ അറ്റം പിടിക്കുക. ശത്രുതയോടെ പരസ്പരം നോക്കി നിന്നവർ അൽ അമീന്റെ വാക്കുകൾക്ക് മുൻപിൽ ആ പുതപ്പിന്റെ അറ്റങ്ങളിൽ ഒന്നിച്ചു കൈകോർത്തു. അഹങ്കാരത്തോടെ വാളുകൾ പുറത്തെടുത്തവർ ഒരേ ലക്ഷ്യത്തിനായി ആ ശിലയെ മുകളിലേക്കുയർത്തി. രക്തം ചിന്താൻ പ്ലാൻ ചെയ്ത അതേ കൈകൾ ഇപ്പോൾ സമാധാനത്തിന്റെ പുതപ്പ് താങ്ങിപ്പിടിച്ചിരിക്കുന്നു. ആ ശില ഭിത്തിക്കരികിലെത്തിയപ്പോൾ പ്രവാചകൻ തന്റെ പുണ്യകരങ്ങൾ കൊണ്ട് അത് ഏറ്റുവാങ്ങി യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു. ഒരൊറ്റ തുള്ളി രക്തം ചിന്താതെ ആർക്കും പരാതിയില്ലാത്ത വിധം ആ വലിയ വിപത്ത് അദ്ദേഹം ഒഴിവാക്കി. ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞന്റെയും സമാധാനകാംക്ഷിയുടെയും വിസ്മയകരമായ തുടക്കമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ വിവേകത്തിൽ മക്ക വിസ്മയിച്ചു. എന്നാൽ ഈ വിജയങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ ഉള്ളിലെ അസ്വസ്ഥത മാറ്റാൻ കഴിഞ്ഞില്ല. ലോകത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളുമായി അദ്ദേഹം ഹിറാ ഗുഹയിലെ ഏകാന്തതയിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. ചരിത്രം വഴിമാറാൻ പോകുന്നു. ലോകം കാണാനിരിക്കുന്ന ഏറ്റവും വലിയ വെളിച്ചം ഹിറായുടെ മടിത്തട്ടിൽ ഉടനുദിക്കും. ആദ്യത്തെ ദൈവീക സന്ദേശം പ്രവാചകനിലേക്കെത്തിയ ആ വിസ്മയ നിമിഷം എങ്ങനെയായിരുന്നു? ജിബ്രീൽ എന്ന മാലാഖയുടെ സാന്നിധ്യം അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടത്?
മക്കയുടെ ഇരുളടഞ്ഞ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശിയ ആ സന്ദർഭത്തിന്റെ വിശേഷങ്ങളുമായി നൂർ ഹിസ്റ്ററിയുടെ അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം.